ഞങ്ങൾ കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിൽ പുഴുക്ക് നേർച്ചയ്ക്ക് പോവുകയാണ്. നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഏറെക്കുറെ ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് യാത്രയാകുന്നത്. ഇവിടുന്ന് നേരെ കുമരകത്ത് വൈഫിൻ്റെ അമ്മ അവിടെയുണ്ട്, അതുപോലെ വൈഫിൻ്റെ ചേടത്തിയുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കണിച്ചുകുളങ്ങരയിൽ പുഴുക്ക് നേർച്ചയ്ക്ക് പോവുകയാണ്. അപ്പം ഞങ്ങൾ കുമരകത്ത് എത്തിയിരിക്കുകയാണ്. കുമരകം ചന്തക്കവല ജംഗ്ഷനിൽ അവിടുന്ന് ഇവിടെ 1 വേ സംവിധാനമാണ്. അവിടെ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ അതിലുള്ള വഴിയെ പോയി ഞങ്ങൾ കുമരകത്ത് വീട്ടിൽ ചെന്നു. അവിടുന്ന് അമ്മയെ കയറ്റി. അവിടുന്ന് വൈഫിൻ്റെ അമ്മായി ഉണ്ടായിരുന്നു. അവരെല്ലാം കൂടെ ഞങ്ങൾ ഇവിടുന്ന് നേരെ പോവുകയാണ്. ഇത് കുമരകത്ത് ഈയിടെ പുതുതായിട്ട് ഉദ്ഘാടനം ചെയ്ത അഞ്ചുമന പാലമാണ്. ആ പാലം കയറി നമ്മൾ നേരെ ചെല്ലുന്നത് ബണ്ടിലേക്കാണ്, തണ്ണീർമുക്കം ബണ്ട് റോഡിലേക്കാണ്. അപ്പം നമ്മൾ ബണ്ട് റോഡിലേക്ക് അടക്കുകയാണ്. ഇവിടുന്ന് ഇടത്തോട്ടുള്ള വഴി ചേർത്തല തണ്ണീർമുക്കം ബണ്ട് റോഡാണ്. അപ്പം നമ്മൾ തണ്ണീർമുക്കം ബണ്ടിൽ കൂടെ യാത്ര ചെയ്യുകയാണ്. നിങ്ങൾ മിക്കവരും യാത്ര ചെയ്തിട്ടുള്ള സ്ഥലം തന്നെയാണ്. അതിമനോഹരമായ ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ ഇന്ന് തണ്ണീർമുക്കം ബണ്ടിൻ്റെ അവിടെ ഫെസ്റ്റ് നടക്കുകയാണ്. അപ്പം അവിടെ ഒരുക്കങ്ങളും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം രാത്രി വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ അതിഭയങ്കരമായ ബ്ലോക്ക് ഉണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയായിരുന്നു. എങ്കിലും അവിടുത്തെ കാഴ്ചകൾ, ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും എല്ലാം വൈകിട്ടൊന്ന് കാണാമല്ലോ എന്ന കണക്കൂട്ടിലാണ് ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇവിടുത്തെ കണ്ടോ, ഒരുക്കങ്ങൾ കണ്ടോ. ഇത് ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിലാണ് ഈ തണ്ണീർമുക്കം ബണ്ടിൻ്റെ പകുതി സ്ഥിതി ചെയ്യുന്നത്. ഇത് നമ്മുടെ കോട്ടയത്തിൻ്റെയും ആലപ്പുഴയുടെ അതിർത്തിയാണ്. അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ തന്നെയാണ് മാരാരിക്കുളം വില്ലേജിലാണ് കണിച്ചുകുളങ്ങര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് നമ്മളിപ്പം ഹൈവേയിലേക്ക് കടന്നിരിക്കുകയാണ്. ഹൈവേ മുഴുവൻ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. 6 വരി പാതയുടെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിഭയങ്കരമായ വീതിയിലാണ് റോഡിൻ്റെ പണി. ഏറെക്കുറെയൊക്കെ പകുതിയായിരിക്കുകയാണ്. ഇവിടുന്ന് നമ്മൾ ഇവിടെയെല്ലാം ഇതുണ്ട്, ഇതൊരു പാലത്തിൻ്റെ പണിയാണ്. ഇതിൻ്റെ അടിയിൽ കൂടെയൊക്കെ വണ്ടി പോകത്തക്ക രീതിയിലും മേൽപ്പാലങ്ങളും എല്ലാം പണി തീർന്നുകൊണ്ടിരിക്കുകയാണ്. അതിവേഗമാണ് ഇതിൻ്റെ പണി നടക്കുന്നത്. നമ്മൾ ഓരോ പ്രാവശ്യവും ചെല്ലുമ്പോഴത്തേനും ഒരുപാട് മാറ്റങ്ങളിലേക്കാണ്. അപ്പോൾ ഇവിടെ കടന്നിട്ട് ഇവിടുന്ന് വലത്തോട്ട് തിരിയേണ്ടതാണ്. പക്ഷേ ഇവിടെ ഈ പാലം വന്നുകൊണ്ട് നമ്മളിവിടെ ഒന്ന് വട്ടം കറങ്ങണം. വട്ടം കറങ്ങി നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റിലോട്ടാണ് കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ക്ഷേത്രത്തിൻ്റെ അവിടെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ആർച്ചും അലങ്കാരങ്ങളും എല്ലാം നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നേരെ പോകുന്നത് കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ്. കോട്ടയത്തുനിന്ന് 40 കിലോമീറ്ററാണ് കണിച്ചുകുളങ്ങര ക്ഷേത്രം. ഇത് വലസൈഡിൽ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ വീടാണ്. അദ്ദേഹമാണ് കണിച്ചുകുളങ്ങര ദേവസ്വം പ്രസിഡന്റ്. ഏറെക്കുറെ 50 വർഷക്കാലമായിട്ടും കണിച്ചുകുളങ്ങര ദേവസ്വം പ്രസിഡന്റ് അദ്ദേഹം തന്നെയാണ്. അപ്പം നമുക്ക് ആ വീടിൻ്റെ അകത്തോട്ട് ഇപ്പം നമുക്ക് കയറാൻ പോലും പറ്റത്തില്ല. ഇസഡ് കാറ്റഗറീസ് സുരക്ഷയിലാണ് അദ്ദേഹം. അങ്ങോട്ട് വാതിക്കെ സെക്യൂരിറ്റി, അതുപോലെ പെർമിഷൻ എടുത്തിട്ട് മാത്രമേ നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. അതുപോലെ തോക്കുധാരികളൊക്കെ വാതിക്കെ നിൽക്കുന്നുണ്ട്. ഇവിടുന്ന് നല്ല തിരക്കായി. അപ്പം ഞങ്ങൾക്ക് വണ്ടി പാർക്കിങ് ക്ഷേത്രത്തിൻ്റെ തൊട്ട് സമയം, ഞങ്ങൾ വരുന്ന സമയത്ത് സ്വല്പം തിരക്ക് കുറവായിരുന്നു. വടക്കേ നടയിലാണ് പാർക്കിങ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറുകയാണ്. വണ്ടി ഞങ്ങൾ റൈറ്റ് സൈഡിലൊരു പാർക്കിങ്ങിന് സ്ഥലം കിട്ടിയായിരുന്നു. ഞാൻ അവിടെ ഒതുക്കി. ഇവിടെ ഒരു ബാങ്കുണ്ട്, അവിടെയാണ് പാർക്കിങ് കിട്ടിയത്. അതിനുശേഷം അവിടുന്ന് ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ ഇവിടെ എല്ലാം അടുപ്പ് കൂട്ടുന്നുണ്ട് പുഴുക്ക് നേർച്ചയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ വണ്ടിയിൽ നിന്ന് സാധനങ്ങളെല്ലാം എടുത്ത് ഇതിനുള്ള സാമഗ്രികളെല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. കൊതുമ്പ് അടക്കം എല്ലാ സാധനങ്ങളും ഇവിടെ മേടിക്കാൻ കിട്ടും. എങ്കിലും ഒരുപാട് പൈസയാവും. ഇവിടെ ഇപ്പം ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് അനുയോജ്യമായ ഒരു സ്ഥലം നമ്മൾ തൊട്ടടുത്ത് കണ്ടു. അപ്പം അങ്ങോട്ട് ഞങ്ങൾ ഇത് അവിടുത്തെ ഗുരുദേവ ക്ഷേത്രമാണ് കണിച്ചുകുളങ്ങര. കേരളത്തിലെ അതിപ്രസിദ്ധമായ ഭദ്രകാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കണിച്ചുകുളങ്ങര ക്ഷേത്രം. ജഗദീശ്വരിയും ആദിപരാശക്തിയുമായ ശ്രീ ഭദ്രകാളിയാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ. കണിച്ചുകുളങ്ങര അമ്മ എന്നറിയപ്പെടുന്ന ഇവിടുത്തെ ഭഗവതിയുടെ പ്രതിഷ്ഠ അഷ്ടകരങ്ങളോട് കൂടിയതാണ്. കൂടാതെ പ്രധാന ഉപദേവതകളായി ഗണപതി, പരമശിവൻ, മഹാവിഷ്ണു, അയ്യപ്പൻ, സുബ്രഹ്മണ്യൻ, ധന്വന്തരി, കൊടുങ്കാളി, വീരഭദ്രൻ, നാഗദൈവങ്ങൾ എന്നീ പ്രതിഷ്ഠകളുണ്ട്.
കൂടാതെ ബ്രഹ്മരക്ഷസ്, യക്ഷിയമ്മ തുടങ്ങിയവ അപ്രധാന മൂർത്തികൾ ഇവിടെയുണ്ട്. കുംഭമാസത്തിലെ തിരുവോണ നാടിൽ ആണ് പ്രധാനപ്പെട്ട ഇവിടുത്തെ ഉത്സവം നടക്കുന്നത്. ഇവിടുത്തെ ചിക്കര വഴിപാട്, അരിക്കൂത്ത് വഴിപാട് ഏറെ പ്രസിദ്ധമാണ്. എല്ലാ വർഷവും 21 ദിവസങ്ങളായി ഇവിടെ മഹോത്സവം നടക്കുന്നു. കുംഭമാസത്തിലെ തിരുവോണ നാളിലാണ് പ്രധാനപ്പെട്ട ഉത്സവം നടക്കുന്നത്. ഇത് ശിവരാത്രി നാളിലാണ്. അപ്പം നമ്മൾ ഈ ഉത്സവത്തോടനുബന്ധിച്ചാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഓരോ ദിവസവും ഇവിടെ ദർശനം നടത്തുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ വെടികെട്ടെന്ന് പറയുന്നത് കമ്പക്കെട്ടെന്നറിയപ്പെടുന്ന വെടികെട്ട് ചരിത്രപ്രസിദ്ധമാണ്. പിന്നെ ഇവിടെ കുട്ടികളെ ചിക്കര ഇരുത്തുക എന്ന് പറയുന്നൊരു ചടങ്ങുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വിവാഹശേഷം കുട്ടികളില്ലാത്ത ദമ്പതിമാർക്ക് കുട്ടികൾ ജനിക്കുന്നത്, കുട്ടികളുടെ രോഗങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ബാലാരിഷ്ടകളൊക്കെ മാറുന്നതിന് വേണ്ടിയാണ് ഈ വഴിപാട് നേരുന്നത്. ഉത്സവ ദിനങ്ങളിൽ കുട്ടികൾ കണിച്ചുളങ്ങരമ്മയുടെ മക്കളായിട്ട് മാറും എന്നതാണ് ഇവിടുത്തെ സങ്കല്പം. 21 ദിവസം 3000-ഓളം കുട്ടികൾ, ഏറെക്കുറെ എല്ലാ വർഷവും 3000-ന് മുകളിലോട്ടാണ് മാതാപിതാക്കൾ, അവരുടെ മാതാപിതാക്കളും ഭഗവതി സന്നിധിയിൽ ഭജനം പാർക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു ഷെഡൊക്കെ കെട്ടി ഇവിടെ തന്നെ നമ്മൾ താമസിക്കുകയാണ്. അപ്പം നമ്മൾ ബന്ധുക്കളൊക്കെ അവരെ കാണാൻ പോവും. അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്, വഴിപാടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ 14 വർഷത്തിലൊരിക്കൽ മുറജപ എന്ന ചടങ്ങും ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ നമ്മളിപ്പം വന്നിരിക്കുന്നത് പുഴുക്ക് നേർച്ചയ്ക്കാണ്. പൊങ്കാലയ്ക്ക് സമമായിട്ടുള്ളൊരു വഴിപാടാണ് പുഴുക്ക് നേർച്ച. അപ്പം നമ്മൾ ഇവിടെ കാര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. അടുപ്പെല്ലാം കൂട്ടി വെള്ളം ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി പുഴുക്ക് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് അരിപ്പൊടി വേണം, ശർക്കര വേണം, പഴം വേണം, കിസ്മിസ് വേണം, കൽക്കണ്ടം, തേന്, തേങ്ങ, ഏലക്കായും ജീരകവും പൊടിച്ചത്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ. അന്നേരം തന്നെ അവിടെ ഒരു ബാഗ് കച്ചവടക്കാരൻ വന്നു, 100 രൂപയ്ക്ക് ബാഗ്. അപ്പം നല്ല ഭംഗിയുള്ള ബാഗാണ്. അപ്പം ഞാനിപ്പോൾ ആദ്യം 2 മേടിച്ചു. അതുകൊണ്ട് വണ്ടിയെ വെക്കാൻ വേണ്ടി പോയിട്ട് വന്നപ്പോഴത്തേന് അമ്മായി, വൈഫിൻ്റെ അമ്മയും എല്ലാം കൂടെ അവർ 3-4 കൂടെ മേടിച്ചു. 100 രൂപയേ ഉള്ളെന്ന് വെച്ചു. ഇപ്പം വണ്ടി ബാഗ് കൊണ്ട് നിറയുന്ന ഒരവസ്ഥയായി. അതുപോലെ ഞങ്ങളോടൊപ്പമുള്ള വൈഫിൻ്റെ ചേട്ടത്തി നിഷയുടെ വീട് കൈപ്പഴമുട്ടാണ്. അപ്പോൾ അവർ മിക്കപ്പോഴും അവർക്ക് തൊട്ട് സമീപത്ത് തന്നെയല്ല, അവർ മിക്ക വർഷവും ഇതുപോലെ തന്നെ ഉത്സവത്തിന് പോകുന്നതാണ്. പിന്നെ അവിടെ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇത് കണ്ട ആലപ്പുഴ നഗരസഭയുടെ അമൃത് പദ്ധതി പ്രകാരം സെപ്റ്റിക് ടാങ്കിൻ്റെ മാലിന്യങ്ങൾ ഞാനതിൽ നടന്നു പോയപ്പം കണ്ട കാഴ്ചകളാണ്. അപ്പോൾ അതെല്ലാം വളരെ പെട്ടെന്ന് അവരത് നീക്കം ചെയ്യുന്ന അറിയാം. മാലിന്യങ്ങൾ മുഴുവൻ അവർ നീക്കം. ഇതുകൊണ്ട് ബസ്സിൽ കയറാനുള്ള തിരക്ക് കണ്ടോ. ഇതുപോലെയൊന്നും ഞാൻ അടുത്ത കാലത്തെങ്കിൽ ഇതുപോലെ ബസ്സിൽ കയറാനുള്ളൊരു തിരക്ക് കണ്ടിട്ടില്ല. അത്രയ്ക്കും ജനങ്ങൾ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. വൈകിട്ടാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട. അതുപോലെ തൊട്ട് സമീപത്തൊരു വലിയ സ്റ്റേജുണ്ട്, അവിടെയൊക്കെ എപ്പോഴും പരിപാടി നടക്കുന്നുണ്ട്. അതുപോലെ ക്ഷേത്രത്തിൻ്റെ മുന്നിലൊരു സ്റ്റേജുണ്ട്, അപ്പോൾ അവിടെ പരിപാടി നടക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പം ഇന്നിപ്പോൾ അതിൻ്റെ ഒരു ചെറിയ മൂടലായതുകൊണ്ട് വെയിലിന് വലിയ ശക്തിയില്ല. പിന്നെ ഏറെക്കുറെ തൊട്ടടുത്ത് കടൽ തീരങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. മാരാരിക്കുളം ബീച്ചുണ്ട്, അർത്തുങ്കലുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് കടൽ തീരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല കാറ്റൊക്കെ ഉണ്ട്. അപ്പം ക്ഷേത്രവും പരിസരവും ജനസമുദ്രമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ കൂടുതലും ഈ ചിക്കര കുട്ടികളുടെ മാതാപിതാക്കൾ, കുട്ടികളെ നമുക്കിവിടെ കാണാം. ചിക്കര ഇരുത്തുക എന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നല്ലോ. പിന്നെ അവരിതുകൊണ്ട് വഴിപാടോരായിട്ട് ലഡുവൊക്കെയാണ് വിതരണം ചെയ്യുന്നത്. അപ്പോൾ എനിക്കും ലഡുവൊക്കെ തന്നു എല്ലാവർക്കും. ഇപ്പം ക്ഷേത്രത്തിൻ്റെ മുൻവശത്തൊരു ഭജന നടക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടും പോകാം.
ദേവീക്ഷേത്രങ്ങളിൽ പൊങ്കാലയ്ക്ക് അടുപ്പ് കൂട്ടി ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടെ പുഴുക്ക് നേർച്ചയും തയ്യാറാക്കുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ സ്റ്റേജിൻ്റെ മുൻവശത്ത് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ ഭാര്യ പ്രീതി നടേശൻ അവിടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് തിരിച്ച് ഒന്നും കൂടെ കറങ്ങി വരാം. അപ്പോൾ നമുക്ക് അവിടെ അമ്മയൊക്കെ പുഴുക്ക് തയ്യാറാക്കുന്നിടത്തോട്ട് നമുക്ക് പോകാം. ഈ പുഴുക്ക് നേർച്ച എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ശാരീരികമായ വൈകല്യങ്ങളോ രോഗങ്ങളെ ദുരിതങ്ങളെ ഒക്കെ മാറുന്നതിന് വേണ്ടിയാണ് ഈ പുഴുക്ക് നേർച്ച നടത്തുന്നത്. നമ്മുടെ കോട്ടയത്ത് ഒക്കെ മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു ഇതിന് പ്രാധാന്യം ഇല്ലാതെ ഉള്ളൂ. ബാക്കിയുള്ള ഈ സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ ആലപ്പുഴ സൈഡിൽ എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തോട്ട് കുമരകം സൈഡ് തൊട്ട് അങ്ങോട്ട് വൈക്കം എല്ലാവരും ഇവിടെ വരുന്നുണ്ട് ക്ഷേത്രത്തിൽ ഈ പുഴുക്ക് നേർച്ചയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അടുപ്പിൽ എല്ലാം റെഡി ആയിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഈ ഭജൻസ് നടക്കുന്നിടത്തോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ തൊട്ട് മുന്നിൽ തന്നെ ഈ സ്റ്റേജിനോട് ചേർന്ന് തന്നെ പ്രീതി നടേശൻ ഇരിക്കുന്നുണ്ട്. ഇവിടുത്തെ ഉത്സവം ആയതുകൊണ്ട് രാവും പകലും എല്ലാം ഇവിടെ ഒരുപോലെയാണ്. ജനങ്ങൾ ഒഴുകുകയാണ്. ഭജൻസ് കാണാൻ വേണ്ടി ആൾക്കാർ ഉണ്ട്. അവിടെ പ്രദേശം മുഴുവൻ തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. ഒരു കൊച്ചുമിടുക്കി ഫ്രണ്ടിൽ നിന്ന് ഒറ്റയ്ക്ക് ഡാൻസ് കളിക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് മുഴുവൻ കടൽത്തീരത്തെ മണ്ണ് പോലത്തെ മണ്ണാണ്. അതുകൊണ്ട് നല്ല രസമാണ് നമുക്കവിടെ ഇരിക്കാനും എവിടെയാണല്ലോ. അതുപോലെ ധാരാളം ആൾക്കാർ അവിടെ പരിസരം വൃത്തിയാക്കുന്നു. അതുപോലെ എല്ലാ കാര്യങ്ങളും നല്ല നീറ്റാണ്. ക്ഷേത്രത്തിലെ ഭരണസമിതി ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെയാണ്. ഇവിടുത്തെ ആദ്യത്തെ കസേരയിലിരിക്കുന്നതാണ് പ്രീതി നടേശൻ മാസ്ക് ധരിച്ചുകൊണ്ട്. അപ്പം ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേന് പുഴുക്ക് റെഡിയായിട്ടുണ്ട്. അങ്ങനെ കോരി വേറൊരു പാത്രത്തിലേക്ക് ആക്കുകയാണ്. ഇപ്പോഴേറെക്കുറെ സന്ധ്യയോടടുത്ത് വിളക്കെല്ലാം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം വെടികെട്ട് ആരംഭിച്ചിട്ടുണ്ട്. വെടികെട്ട് നല്ല വെടികെട്ടായിരുന്നു. ഞങ്ങൾ നിൽക്കുന്ന ഗ്രൗണ്ടിനോട് ചേർന്ന് തന്നെയാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
കൊഴുക്ക് നേർച്ച സമർപ്പിച്ചതിന് ശേഷം ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയി തൊഴുതു. അപ്പോൾ അവിടെയൊക്കെ നല്ല തിരക്കായി. സന്ധ്യയോടടുപ്പത്തപ്പോഴത്തേന് ക്ഷേത്രവും പരിസരവും ജനങ്ങളെ കൊണ്ട് നിറയുന്ന കാഴ്ചയാണ്. ദൂര സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരുപാട് ആൾക്കാരൊക്കെയാണ് അവിടെ കൊഴുക്ക് നേർച്ചയ്ക്കായിട്ട് വന്നിരിക്കുന്നത്. അവരൊക്കെ ആയിട്ട് ഞങ്ങൾ പരിചയപ്പെടുകയൊക്കെ ചെയ്തു. ഏറെക്കുറെ ദീപാരാധനയുടെ സമയമായി. ഞങ്ങൾ ഒരു 7 മണിയോടുകൂടി അവിടുന്ന് തിരിച്ച് കോട്ടയത്തിന് യാത്ര തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഹൈവേയിലോട്ട് നമ്മൾ ആദ്യം തിരിഞ്ഞു പോയ ജംഗ്ഷനിലേക്ക് വന്നിരിക്കുകയാണ്. അവിടുന്ന് നമ്മൾ ലെഫ്റ്റ് തിരിയുകയാണ്. രാത്രിയിൽ വണ്ടി ഓടിക്കാൻ ഹൈവേ ചാലം ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ ഈ പണി നടക്കുന്നതുകൊണ്ട് പല ഇടത്തും തിരിച്ചും എല്ലാം വണ്ടി വിടുന്നതുകൊണ്ട് പകൽ വലിയ കുഴപ്പമില്ലായിരുന്നു. ഇങ്ങോട്ട് വന്ന വഴിക്ക് ഞാൻ പറഞ്ഞില്ല, തണ്ണീർമുക്കത്ത് ഫെസ്റ്റ് നടക്കുകയെന്ന് പറഞ്ഞാൽ അത് പല സ്റ്റേജുകളിലാണ് പരിപാടി നടക്കുന്നത്. മുഹമ്മേൽ ഒരു ഇതുണ്ട്, അവിടെ ബോർഡ് കണ്ടു തണ്ണീർമുക്കം ഫെസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പം വഴി ബ്ലോക്ക് തുടങ്ങിയിട്ടുണ്ട്. ആ ഫെസ്റ്റ് കാണാൻ വേണ്ടിയുള്ള ജനങ്ങളാണ് ഈ പോകുന്നത് മുഴുവൻ. അവിടെ എല്ലാം നല്ല രീതിയിലുള്ള അലങ്കാരങ്ങൾ, കാര്യങ്ങൾ, പല സ്റ്റേജുകളിലല്ലേ പരിപാടി നടക്കുന്നത്. എല്ലായിടത്തും ഗാനമേളകളാണ്, തകർത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തണ്ണീർമുക്കം ഫെസ്റ്റ് എന്ന് പറഞ്ഞ് ഞാൻ പല പ്രാവശ്യം ഞാൻ കേട്ടിട്ടുള്ളൂ. ഇതുവരെ പരിപാടിക്കൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഇതിൻ്റെ അലങ്കാരങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് വണ്ടിയിലിരുന്ന് കാണാൻ പറ്റി. അപ്പോൾ ഇനി എപ്പോഴേലും സമയമുണ്ടപ്പം ഒന്ന് പോയി കാണണം. കാരണം അത്രയ്ക്കും രസമാണ്. അത് തണ്ണീർമുക്കം എന്ന് പറയുന്നത് കായലിനോട് ചേർന്നുള്ള സ്ഥലമായതുകൊണ്ടായിരിക്കും അതിമനോഹരമായിട്ടാണ് ഇവരിതെല്ലാം ഒരുക്കിയിരിക്കുന്നത്. അതിരൂക്ഷമായ വണ്ടി കുരുക്ക് തന്നെയാണ്. അപ്പോൾ ഇവിടെയാണ് ഫെസ്റ്റ് നടക്കുന്ന ഒരു സ്റ്റേജ്. അപ്പോൾ ഇവിടെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പാലത്തിൻ്റെ അങ്ങോട്ടുള്ള പാലത്തിലോട്ട് നമ്മൾ അടുത്തു, പക്ഷേ അതുപോലെ കുരുങ്ങിക്കിടക്കുകയാണ്. ഏറെക്കുറെ നമ്മൾ തണ്ണീർമുക്കം ബണ്ടെന്ന് കടന്നു കിട്ടാൻ ഏറെക്കുറെ 1 മണിക്കൂർ എടുത്തു. ഏത് സാധനങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ള കുട്ടികൾക്കായിട്ടുള്ള പാർക്ക്, ഒരു സൈഡിൽ മുഴുവൻ പാർക്കാണ് കേട്ടോ. നമ്മുടെ ഈ തിരുനക്കരയിലൊക്കെ ഉത്സവം നടക്കുമ്പോഴത്തേന് ഉള്ള പോലെ ഗ്രൗണ്ടിൽ ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഒരു സൈഡിൽ മുഴുവൻ ചെയ്തിട്ടുണ്ട്. ആ സൈഡൊന്നും നമുക്ക് ഇവിടെ നിന്ന് വണ്ടിയിൽ നിന്ന് ചെറുതായിട്ടൊന്ന് കാണാനേ പറ്റത്തുള്ളൂ, അതുപോലെ തിരക്കാണ്. അതുകൊണ്ട് അവിടുത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. വാഹനം ഒന്ന് നിർത്തി ഒതുക്കാൻ നോക്കിയിട്ട് പോലും നടക്കുന്നില്ല, അത്രയ്ക്കും തിരക്കാണ്. അങ്ങനെ നമ്മൾ പാലത്തെ കയറിയിരിക്കുകയാണ്. പാലത്തിലെ അലങ്കാരം നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുകയാണ്. മരങ്ങളൊക്കെ കണ്ടല്ലേ, കായലിൻ്റെ നടുക്കോടെയല്ലേ ഈ പാലം പോകുന്നത്. അന്നേരം അവിടുത്തെ അലങ്കാരങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമായിട്ട് നമുക്ക് തോന്നുന്നത്. 2 സൈഡിൽ കൂടെയും പാലത്തിൻ്റെ സൈഡിൽ കൂടെയും ജനങ്ങൾ ഒഴുകുന്ന കാഴ്ചയാണ്. നമ്മൾ ബണ്ട് വഴി പോകുമ്പോഴത്തേന് കാണാൻ ഇങ്ങനെ സൈഡിലോട്ട് പാലത്തിൻ്റെ അവിടെ നിന്ന് സൈഡിലോട്ട് 2 സൈഡിലോട്ടും കുറച്ച് വണ്ടി പാർക്കിങ്ങിനൊക്കെ സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെയാണ് ഇതിൻ്റെ ഫെസ്റ്റിൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നത്. അവിടെ സ്റ്റേജും എല്ലാം നടത്തിയിട്ടുണ്ട്. എല്ലാ സ്റ്റേജിലും പ്രോഗ്രാമുകൾ നടന്നു കൊടുക്കുന്നുണ്ട്. അതുപോലെ നല്ല അലങ്കാരങ്ങളാണ്, ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്.
ഇവിടെ വലത് സൈഡിലൊരു സ്റ്റേജാണ്. അങ്ങനെ ജനങ്ങൾക്ക് അടിച്ചു പൊളിക്കാനുള്ള എല്ലാ സംവിധാനവും ഈ ഫെസ്റ്റിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇത് ഇടത്തെ സൈഡിലുണ്ട് ഒരു സ്റ്റേജുണ്ട്. അങ്ങനെ നമ്മൾ പാലം ഇന്ന് കടന്ന് കിട്ടിയിരിക്കുകയാണ്. ഇനിയിപ്പം വലിയ തിരക്കില്ലെന്ന് തോന്നുന്നു, കാരണം വാഹനങ്ങളൊക്കെ നല്ല സ്പീഡിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒരു സൈഡ് കുരുങ്ങി കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേന് ഇത് ചെങ്ങളാണ്. ചെങ്ങളത്ത് ക്ഷേത്രത്തിലെ ഉത്സവമാണെന്ന് തോന്നുന്നു. അവിടെയും രഥങ്ങളും എല്ലാം തയ്യാറാക്കി ആൾക്കാർ ഘോഷയാത്ര നടന്നുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ 9 മണിയോടുകൂടി വീട്ടിൽ വന്നു.